Choose your special. തൃശൂർ പൂരം കലക്കലിൽ DGPക്ക് റിപ്പോർട്ട് കൈമാറി ADGP MR അജിത് കുമാർ. റിപ്പോർട്ട് നൽകിയത് അന്വേഷണം പ്രഖ്യാപിച്ച 5 മാസങ്ങൾക്ക് ശേഷം. റിപ്പോർട്ട് DGP നാളെ പരിശോധിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ പിന്തുണച്ചും PV അൻവറിനെ തള്ളിയും മുഖ്യമന്ത്രി. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച രീതി ശരിയായില്ല. ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും രൂക്ഷ വിമർശനം. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ MLA. താൻ മാത്രമല്ല EMSും കോൺഗ്രസുകാരൻ. കൂടെയുള്ളവർ മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കുന്നെന്നും അൻവർ. P. ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് പങ്കുപറ്റുന്നെന്നും വിമർശനം. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറണ്ടം സംബന്ധിച്ച് വ്യാജ വാർത്ത സൃഷ്ടിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിന്റെ പ്രശ്നമല്ല, അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി. आतिशी ईश्वर की शपथ लेती हूँ कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा, उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक. അതിഷി മല്ലേന ഡൽഹി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത 5 മന്ത്രിമാർ. മുകേഷ് അഹ്ലാവത് മന്ത്രിസഭയിലെ പുതുമുഖം. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിട പറഞ്ഞത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ പോരാളി. പൊതുദർശനം തിങ്കളാഴ്ച. മൃതദേഹം വൈദ്യപഠനത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും. ബംഗളൂരുവിൽ അതിക്രൂര കൊലപാതകം. 26-കാരിയെ കൊന്ന് 30 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. മൃതദേഹത്തിന് 15 ദിവസത്തെ പഴക്കമെന്ന് പോലീസ്. കൊല്ലപ്പെട്ടത് മോൾ ജീവനക്കാരി.